എല്ലാവർക്കും നമസ്കാരം. ശർവസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വുമൻസ് ഡേ ഒക്കെ അടുത്ത് വരുമല്ലോ, അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ഹൂപ്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 2 സ്റ്റാൻഡ്സ് ത്രെഡ് നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫേസിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ചില ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഔട്ടർ കൊടുത്തെടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റും ആ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ടാണ്. അത് നമുക്കൊരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളുണ്ടല്ലോ, അതായത് വാച്ചിൻ്റെ ഭാഗം, കൈമടക്ക്, പിന്നെ ഒരു സ്പെക്സ് വെച്ചേക്കുന്ന ഐബ്രോയുടെ ഭാഗം, അവിടെയൊക്കെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ത്രെഡിൻ്റെ കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളും ബ്ലാക്കാണ് കൊടുക്കുന്നത്, ആ ലേഡി നിൽക്കുന്ന ഭാഗം ഫുള്ളും. പിന്നെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഫ്ലവറിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നത്തുണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കളറൊക്കെ ഉള്ളിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇനി ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഔട്ടർ കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്തെടുക്കുന്നത് താഴെയായിട്ട് നമ്മൾ ഹാപ്പി വുമൻസ് ഡേ എന്ന് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്ട്രാൻഡ്സ് ത്രെഡ് എടുക്കുന്നുണ്ട്. കുറച്ച് ബോൾഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ചിലാണ് ചെയ്തെടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണോ ട്രേസ് ചെയ്തെടുത്തത് അതേ മെത്തേഡിൽ തന്നെ ആ ഒരു സ്റ്റൈല് മാറാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ലെറ്ററുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ നിർത്തുന്ന ഭാഗമുണ്ട്, പിന്നെ വളവുകളൊക്കെ വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആ ഒരു ബൊക്കയുടെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുട്ടി ഫ്ലവറുകളാണ് കൊടുത്തിരുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഗ്രീൻ കളറുള്ള ത്രെഡ് വെച്ചിട്ട് സ്റ്റെമ്മിൻ്റെ ഭാഗം ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റെമ്മിൻ്റെ ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇത് എളുപ്പമുള്ള സ്റ്റിച്ചിങ് അല്ലേ, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുട്ടി ഫ്ലവറുകൾ മേളിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഞാൻ പിങ്ക് കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഒരു പെറ്റന് നമ്മൾ കൊടുത്തെടുക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഞാനിവിടെ ഒരു 2 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സെൻറ്റർ ഭാഗത്ത്, അതായത് പെറ്റൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഓരോ വശത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കൊടുക്കുന്ന പോലെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് യെല്ലോ കളറിലെ ത്രെഡ് ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ആ ത്രെഡിൽ 2 or 3 തവണ നമുക്ക് ചുറ്റിയെടുക്കും. ഞാനിവിടെ 3 തവണ ചുറ്റുന്നുണ്ട്. ചുറ്റിയിട്ട് നമുക്ക് നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ഫ്ലവർ എന്ന് പറയുന്നത് ഹാഫ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൊക്ക ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിലേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പകുതി കണ്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ കേട്ടോ. ഇനി അടുത്ത ഫ്ലവറിലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓവൽ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ഫ്രഞ്ച് നോട്ടില്ലേ, അതാണ് ഫുള്ളായിട്ടും കൊടുത്തെടുക്കുന്നത്. അതിന് ഓറഞ്ച് കളറിലെ ത്രെഡ് നമ്മൾ 6 സ്ട്രാൻഡ്സ് നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് കുറേ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ നെക്കിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ആ നെക്കിൻ്റെ ഡിസൈനൊക്കെ, പിന്നെ ആ കൈയുടെയൊക്കെ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്തുള്ളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ലൈറ്റ് ബ്ലൂ കളർ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുക്കുന്നത്. അത് നമ്മളൊരു ലേസി സ്റ്റിച്ചിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മളൊരു പെറ്റൽ പോലെ കണ്ടില്ലേ, ആ ഒരു എൻഡ് ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു യു ഷേപ്പ് പോലെ വന്നിട്ട്
അടുത്ത എൻഡ് ഭാഗത്ത് അത് ക്ലോസ് ചെയ്യണം, അതായത് നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത്, അതായത് ആ ഒരു യു ഷേപ്പ് വരുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മുകളിലേക്കാണ് നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും താഴേന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് എംബ്രോയ്ഡറിക്കകത്ത് മെയിനായിട്ട് വരുന്നത് സ്റ്റിച്ചിങ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ഒരു സ്റ്റെമ്മ് പോലെ നമ്മൾ ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഡിസൈൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ ബ്രൗൺ കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു വൈ ഷേപ്പിലാണ് കേട്ടോ. വൈ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ വരച്ചു കൊടുത്തതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, വരയുടെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ആ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കുത്തി താഴേക്ക് ഇറക്കാൻ പാടില്ല. എന്നിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക്, ആ ലൈൻ വരച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൈ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കൂടുതൽ ലീഫിനാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്റ്റെമ്മിന് ഒരു കുറച്ചുകൂടെ ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത്. നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു വയലറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് സാറ്റൻ സ്റ്റിച്ചിലാണ് ആ ഫ്ലവർ ഞാൻ ചെയ്തെടുക്കുന്നത്. സാറ്റൻ സ്റ്റിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ അത്രയും. പിന്നെ നമ്മൾ ഒരു ത്രെഡ് എടുക്കുന്നതിന് മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ. ഞാനിവിടെ 3 സ്റ്റാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, നമുക്ക് കുറച്ച് ലീഫുകളൊക്കെ നമ്മൾ സൈഡിലായിട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. ആ ഒരു ലീഫിൻ്റെ മെത്തേഡൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ലീഫ് ചെയ്യുന്ന സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് സാറ്റൻ സ്റ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ ലീഫൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ബൊക്കയുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഹെയറിൻ്റെ ഭാഗമാണ്. ഒരു ഹൂപ്സിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, അതായത് ഹൂപ്സ് എന്നല്ല, നമ്മളൊരു ലേഡീനെ നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹെയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ ഹെയർ നമ്മൾ ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സാറ്റൻ സ്റ്റിച്ചിലാണ് ഫുള്ളും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സാറ്റൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒരു ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡായിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സാറ്റൻ സ്റ്റിച്ച് തന്നെ, എങ്കിലേ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോത്ത് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ സാറ്റൻ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2 പാർട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടി വെച്ചിരുന്ന രീതിയായതുകൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൺ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ സാറ്റൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കോട്ടൻ്റെ പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കോട്ടൺ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കോട്ടൺ കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആ ഒരു ലേഡിയുടെ ലിപ്പിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലിപ്പിന് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആഷ് കളർ ത്രെഡ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ആ ഷേപ്പ് വരുന്ന ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാറ്റൻ സ്റ്റിച്ചിലാണ് ചെയ്തെടുക്കുന്നത്. അതോടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയക്കുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഇനി അടുത്തായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.